ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ടേസ്റ്റിയായ സ്പൈസി എലാഞ്ചിയാണിത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് ചെമ്മീന് മസാല പുരട്ടി വെക്കണം. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു 1/4 കിലോ ചെമ്മീന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എലാഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമോ, വലിയ പീസാക്കുന്ന സമയത്ത് നമുക്കൊരു രസം കിട്ടില്ല. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചെമ്മീനെ ഒരു 3 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെമ്മീനെല്ലാം ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ ചെമ്മീനിൽ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 മീഡിയം വലുപ്പത്തിലുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് നമുക്ക് ഈ മസാലയിലേക്ക് ഈ ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങ, അതായത് ഒരു തേങ്ങയാണ് ചിരകിയത്, ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. തേങ്ങ ഇച്ചിരി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി തേങ്ങ ഒക്കെ നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മൾ ചെമ്മീൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയോളം മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എലാഞ്ചിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുട്ട് എലാഞ്ചി സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് എലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു 3 കപ്പ് പച്ചരി ഒരു 5 മണിക്കൂറോളം കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചോറ്, ഒരു 3/4 കപ്പ് തേങ്ങ, ഇത് മൊത്തം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ല നൈസായിട്ട് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ മിക്സിയിൽ ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിട്ട് അരച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് മിക്സീൻ്റെ താഴെ ഭാഗത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് മിക്സി അരഞ്ഞു കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കഴുകിയെടുക്കാം.
അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എലാഞ്ചിൻ്റെ ദോശൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാൻ ദോശ ചുടാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ചെയ്താക്കാം. നമുക്കൊരു ഗീയോ അല്ലെങ്കിൽ ഒരു ഡാൽഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളൊന്ന് തല തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അവിടെ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് നീളത്തിലൊന്ന് വെച്ച് കൊടുക്കാം. ഇതാ ചെമ്മീൻ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത്, ഇതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. കാരണം ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെക്കാൻ പറ്റൂല. ഇതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് ചുരട്ടിയെടുത്ത് അങ്ങനെ നമ്മുടെ അടിപൊളിയായ സ്പൈസി എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.